നമസ്കാരം. CPM നേതാക്കൾക്കെതിരെയും അവരുടെ അനീതിക്കെതിരെയും എന്നും പ്രതികരിച്ച് രംഗത്തെത്തുന്ന ആളാണ് ബിഗ് ബോസ് മലയാളം സീസൺ 5 താരം അഖിൽ മാരാർ. ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ചർച്ചാ വിഷയമാകുന്നത്. ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകൻ അല്ല പിണറായി, മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മുന്നറിയിപ്പ് അവഗണിച്ച് സർക്കാർ വയനാട്ടിലെ ദുരന്തത്തിന് കൂട്ടുനിന്നുവെന്ന് അഖിൽ വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണെങ്കിലും അത് ചിലവഴിക്കുന്നത് സംബന്ധിച്ച വിവേചനാധികാരം പിണറായിക്കാണെന്നും കാലങ്ങളായി തന്റെ പാർട്ടിക്കാരെ മാത്രം മനുഷ്യനായി കാണുന്ന പിണറായി അവരുടെ ദൈവമായും ക്യാപ്റ്റനായും മാത്രം മാറുന്നുവെന്നും അഖിൽ ആരോപിച്ചു. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും CPM നേതാക്കൾ പോലും നിഷേധിക്കാൻ ഒന്ന് മടിക്കും. കാരണം പിണറായി വിജയൻ എന്താണെന്ന് CPM നേതാക്കൾക്ക് വ്യക്തമായി തന്നെ അറിയാം. ജൂലൈ 13 കേന്ദ്രം പറഞ്ഞു, കേരള ലാൻഡ്സ്ലൈഡ് ഹോനയ്ക്ക് സംഭാവന ഹേ. മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് ലാൻഡ്സ്ലൈഡ് ഉണ്ടായാൽ സംഭാവന പിരിക്കാം. അതുകൊണ്ട് ദുരന്ത നായകൻ പതിവ് പോലെ എല്ലാ ദുരന്തങ്ങളും ആഘോഷിക്കാൻ തീരുമാനിച്ചു. ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ജനനായകനല്ല പിണറായി, മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്ത് സ്വയം രക്ഷപ്പെടാനാണ് പിണറായി ശ്രമിക്കുന്നത്. 2018 പ്രളയം സർക്കാർ വരുത്തി തീർത്തതാണെങ്കിൽ ഇത്തവണ മുന്നറിയിപ്പ് കാര്യമായി എടുക്കാതെ ഭാഗികമായി കൂട്ടുനിന്നു എന്ന് വേണം പറയാൻ. കാരണം കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും അത് നൽകിയില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ മുഖ്യമന്ത്രി നൈസായിട്ട് കൈ കഴുകിയെന്നത്. നിലവിലെ പ്രധാന ചർച്ച മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണോ വേണ്ടയോ എന്നതാണ്. 100% ദുരിതാശ്വാസ നിധിയിലേക്ക് ചെല്ലുന്ന പണത്തിന് സുതാര്യതയുണ്ട്. എന്നാൽ അത് ചിലവഴിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരവുമുണ്ട്. കാലങ്ങളായി തന്റെ പാർട്ടിക്കാരെ മാത്രം മനുഷ്യനായി കാണുന്ന പിണറായി അവരുടെ ദൈവമായും ക്യാപ്റ്റനായും മാത്രം മാറും. സഹായം വീണ്ടും അധികാരത്തിൽ എത്താനുള്ള മാർഗമായി മുൻകാലങ്ങളിലെ പോലെ അവർ എടുക്കും. അഖിൽ മാരാർ പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുൻപൊരു CPM അനുഭാവിയായിരുന്ന ആളാണ് ഈ പറയുന്നത് എന്ന്. ദുരന്ത വാർത്ത ഇങ്ങനെ പലയിടത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ സഹായം ചെയ്യാൻ ഓടുന്നവരുടെ വലിയ ബഹളം കാണാം. അതുകൊണ്ട് തന്നെ നിലവിലെ സഹായം പലപ്പോഴും അതിരുകടന്നു പോകും. വയറ് നിറഞ്ഞവന് അധികം വരുന്ന ഭക്ഷണം വേസ്റ്റ് ആകും പോലെ പല സഹായങ്ങളും ഫലപ്രദമല്ല. എന്നാൽ 1 മാസം കഴിഞ്ഞാൽ ആരും ഇവരെ തിരിഞ്ഞു നോക്കില്ല. അഖിൽ മാരാർ പറഞ്ഞത് ഒരു കണക്കിന് സത്യമാണ്. വയനാട്ടിൽ ആദ്യമായിട്ടല്ല ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് കേരളം നടുക്കിയ ഉരുൾപൊട്ടലായിരുന്നു പുത്തുമലയിലേത്. എന്നാൽ ഇന്ന് സംസ്ഥാന സർക്കാർ അവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നത് ഇന്നും വ്യക്തമല്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.